ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. നമ്മളിതിന് മുൻപ് ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ. അപ്പോൾ ആ സ്വീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മീഡിയം സൈസിലുള്ള 8 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. സ്പീഡിൽ അങ്ങനെ കറക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് ചെയ്തിട്ട് 2-3 തവണ ആകുമ്പോഴേക്കും ചപ്പാത്തി ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല പോലെ അങ്ങോട്ട് പൊടിയല്ല, ചെറുതായിട്ട് ഇതുപോലെയുള്ള പീസസ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയോ എന്ന് തോന്നും. കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാട്ടോ. അപ്പോൾ ചെറിയൊരു ചപ്പാത്തിയുടെ ആ ചെറിയ പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് മസാലയിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല പോലെ മിക്സായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിൽ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഞാനിവിടെ ചെറിയ 2 തക്കാളി അരച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അരച്ചെടുത്ത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും, ചെറിയൊരു പുളി കുറച്ചും കൂടെ കൂടുതലായിരിക്കുമല്ലോ. തക്കാളി ചേർത്തിട്ട് നല്ല പോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം അരച്ചെടുക്കുമ്പോൾ ഒരുപാടുണ്ടാവും തക്കാളിക്ക്, നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ മസാല ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1 കോഴിമുട്ട ചേർക്കുന്നുണ്ട്. കോഴിമുട്ട ചേർത്തിട്ട് മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മുഴുവനായിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് നല്ല പോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കനും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 1 മുട്ട ചേർത്തത്. മുട്ട മാത്രമാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യും, നോർമലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യൂലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, അത് ചേർത്തിട്ട് ഫ്രൈ ചെയ്ത ചിക്കന് എല്ലൊക്കെ മാറ്റി കൈകൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ചിക്കൻ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മുട്ട മുഴുവനായിട്ട് കുക്കാവൊന്നും വേണ്ട കേട്ടോ ചിക്കൻ ചേർക്കാൻ. എല്ലാം കൂടി ചേർത്ത് മിക്സ് ആകുമ്പോഴേക്കും മുട്ട കുക്കായിട്ട് കിട്ടിക്കോളും. ചിക്കൻ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതിലുള്ള ആ ഗ്രേവി എടുത്ത് ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിലും നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചപ്പാത്തിയിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് തുറന്നിട്ട് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊത്തു ചപ്പാത്തിയാണ് കേട്ടോ ഇത്. നമ്മളെപ്പോഴും മുട്ട മാത്രം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഇനി ചിക്കനൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ചിക്കനൊന്നും ഇല്ലെങ്കിൽ മുട്ട മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്